ഹലോ, നമുക്ക് സെക്കൻഡ് ചാപ്റ്ററിലേക്ക് പോയാലോ? സെക്കൻഡ് ചാപ്റ്ററിൻ്റെ പേരാണ് ചീട്ടി. ചീട്ടി എന്ന് പറഞ്ഞാൽ ഉറുമ്പ്. ഇതാ ചിത്രത്തിൽ കാണുന്നില്ലേ, ഉറുമ്പ്. അപ്പോൾ ഇതൊരു കവിതയാണ്. നമുക്ക് ആ കവിത ആദ്യം ഒന്ന് വായിച്ചു നോക്കാം, ഒന്ന് പാടി നോക്കാം. हर पल चलती जाती चीटी, श्रम का राग सुनाती चीटी। कड़ी धूप हो या हो वर्ष, दाना चुना कर लाती चीटी। सचमुच कैसे कलाकार है, घर को घूप सजाती चीटी। छोटा तन पर बड़े इरादे, नहीं कभी घबराती चीटी। नन्हे नन्हे पैर बढ़ाकर पर्वत पर चढ़ जाती चीटी। काम बड़े करके दिखलाती, जहाँ कहीं अड़ जाती चीटी। मेहनत ही पूजा है प्रभु की, हमको यही सिखाती चीटी. അപ്പോൾ ഇതാണ് കവിത. എല്ലാവരും നല്ല ഈണത്തിൽ ഈ കവിത ഒന്ന് പാടി നോക്കണം കേട്ടോ. ഇനി എന്താ ഈ കവിതയിൽ പറയുന്നത് നോക്കാം. हर पल चलती जाती चीटी, श्रम का राग सुनाती चीटी. ഉറുമ്പുകൾ എപ്പോഴും സഞ്ചരിച്ചു കൊണ്ടിരിക്കും, എപ്പോഴും നടന്നുകൊണ്ടേയിരിക്കും. ശ്രം കാ രാഗ് സുനാത്തി ചീട്ടി. ശ്രം എന്ന് പറഞ്ഞാൽ ശ്രമം. എപ്പോഴും നിങ്ങൾ എങ്ങനെയാണ് ഉറുമ്പുകളെ കണ്ടിട്ടുള്ളത്? ഉറുമ്പുകൾ എവിടെയെങ്കിലും മടി പിടിച്ചിരിക്കുന്നതോ വെറുതെ ഇരിക്കുന്നതോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഉറുമ്പുകൾ എപ്പോഴും സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. കടി ധൂപ് ഹോ യാ ഹോ വർഷ്. ഭയങ്കര ധൂപ് എന്ന് പറഞ്ഞാൽ വെയിൽ, വർഷ എന്ന് പറഞ്ഞാൽ മഴ. അപ്പോൾ കടി ധൂപ് കഠിനമായ മഴയോ അല്ലെങ്കിൽ കടി ധൂപ് കഠിനമായ വെയിലോ അല്ലെങ്കിൽ മഴയോ എന്താണെങ്കിലും കുഴപ്പമില്ല. ദാന ചുനാക്കർ ലാത്തി ചീട്ടി. അവ വെയിലാണെന്നോ മഴയാണെന്നോ ഒന്നും നോക്കാണ്ട് ദാന എന്ന് പറഞ്ഞാൽ ധാന്യങ്ങൾ. അപ്പോൾ അതിൻ്റെ വീട്ടിലേക്ക്, അതിൻ്റെ കൂട്ടിലേക്ക് അതെപ്പോഴും ധാന്യങ്ങളും ചുമന്ന് പോയിക്കൊണ്ടേയിരിക്കും അല്ലേ. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ച് നോക്കൂ. ധൂപ് വർഷ്, അതായത് വെയിൽ മഴ. ഒരു തണുപ്പ് കാലത്തിനെ പറ്റി ഇവിടെ പറയുന്നില്ല അല്ലേ. അപ്പോൾ ഇവർ ഇത്ര കഷ്ടപ്പെട്ട് എല്ലാം അവരുടെ കൂട്ടിൽ കൊണ്ടുപോയി ശേഖരിക്കുന്നത് എന്തിനാ? അവർക്ക് തണുപ്പ് കാലത്തും അവർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത കാലത്തും ഭക്ഷണം കഴിക്കാൻ വേണ്ടി. സച്മുച്ച് कैसी कलाकार है, घर को खूब सजाती चीटी. അവർ ഹാർഡ് വർക്കിംഗ് പീപ്പിൾ മാത്രമല്ല, പിന്നെയോ സച്മുച്ച് കേസി കലാകാർ. അവർ ഭയങ്കര ആർട്ടിസ്റ്റുകളാണ്, അതായത് ഭയങ്കര കലാകാരന്മാരാണ്. എല്ലാം നല്ല ഭംഗിയായിട്ടാണ് ചെയ്യുക. എന്തിനെ പറ്റിയാണ് പറയുന്നത്? ഘർക്കോ ഘൂപ്പ് സജാത്തി ചീട്ടി. അതിൻ്റെ വീടിനെ നന്നായി അലങ്കരിക്കും. വഴിയിൽ നിന്ന് കിട്ടുന്ന നല്ല നല്ല സാധനങ്ങളൊക്കെ കൊണ്ടുപോയി വെച്ച് വീട് നന്നായി സജാത്തി എന്ന് പറഞ്ഞാൽ അലങ്കരിക്കുക. അപ്പോൾ ഘർക്കോ ഘൂബ് എന്ന് പറഞ്ഞാൽ വളരെയധികം. അപ്പോൾ അവർ നല്ല കലാകാരന്മാരും കൂടിയാണ്, വീടൊക്കെ നന്നായി അലങ്കരിച്ച് വെക്കും. ചോട്ടാ തൻ പർ ബഡേ ഇരാദേ. ചോട്ടാ തൻ എന്ന് പറഞ്ഞാൽ ശരീരം. ചോട്ടാ തൻ ചെറിയ ശരീരമാണ്. പർ പക്ഷേ ബഡേ ഇരാദേ അവരുടെ ലക്ഷ്യം വലുതാണ്, അവരുടെ ലക്ഷ്യം വലിയതാണ്. നഹി കഭി ഘബരാത്തി ചീട്ടി. നഹി കഭി ഒരിക്കലും, ഘബരാത്തി പേടിക്കില്ല, ചീട്ടി അവരുടെ ലക്ഷ്യം എത്ര വലുതായാലും അവരുടെ ശരീരം എത്ര ചെറുതായാലും അതിനൊരു പേടിയില്ല, അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. നന്നെ നന്നെ പേർ ഭടാക്കർ. നന്നെ നന്നെ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ, പേർ എന്ന് പറഞ്ഞാൽ കാല്. അപ്പോൾ അവരുടെ കുഞ്ഞു കാലുകൾ നീട്ടി, ഭടാക്കർ എന്ന് പറഞ്ഞാൽ നീട്ടി വെച്ച് പർവ്വത് പറിച്ചട് ജാത്തി ചീട്ടി. നമ്മൾ ശ്രദ്ധിക്കാറില്ലേ, ഒരു ഉറുമ്പിൻ്റെ ശരീരം, ഉറുമ്പൊരു ചെറിയ ജീവിയല്ലേ, അതിനെ വെച്ചിട്ട് ഒരു ചെറിയ പാറക്കല്ല് പോലും അതിന് പർവ്വതമായിട്ട് തോന്നില്ലേ? നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഒരു കല്ലിൻ്റെ താഴെ ഒരു കുഞ്ഞു ഉറുമ്പ് നിന്നാൽ നമുക്കൊരു വലിയ മല കാണും പോലെ ആയിരിക്കില്ലേ ആ ഉറുമ്പുകൾക്ക് ആ വലിയ കല്ലിനെ തോന്നുക? അതൊന്നും പ്രശ്നമല്ല. എത്ര വലിയ പർവ്വതമാണെങ്കിലും കുഞ്ഞി കാലുകൾ നീട്ടി വെച്ച് ഉറുമ്പ് അതിനെ മേലേക്ക് വലിഞ്ഞു കയറും. കാം ബഡേ കർക്കെ ദിഖ്ലാത്തി, ജഹാं കഹി അട് ജാത്തി ചീട്ടി. കാം ബഡേ കർക്കെ ദിഖ്ലാത്തി എന്ന് പറഞ്ഞാൽ വലിയ വലിയ കാര്യങ്ങൾ അത്
ചെയ്ത് കാണിക്കും. ജഹാ കഹി അടിച്ചാത്തി ചീട്ടി, ഒരു സ്ഥലത്തും നിന്ന് പോവില്ല. ഇപ്പം നിങ്ങൾ ചെറിയ ഉറുമ്പുകളൊക്കെ പോകുന്ന സമയത്ത് കളിക്ക് വേണ്ടി അതിൻ്റെ ഇടയ്ക്ക് ഒരു വര വരച്ചു കൊടുക്കുക, അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക, അങ്ങനെയൊക്കെ ചിലർ ചെയ്യില്ലേ. പക്ഷേ ഉറുമ്പ് അതുകൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അത് അവിടെ ഒന്നും നിന്ന് പോവില്ല. അത് വഴി മാറി വേറെ സ്ഥലത്തൂടി പോയിട്ട് അതിൻ്റെ ലക്ഷ്യത്തിൽ എപ്പോഴും എത്തും. അതിന് ചെയ്യാനുള്ള എല്ലാ ജോലികളും അത് ചെയ്യാൻ വേണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. മെഹനത്ത് ഹി പൂജ ഹേ പ്രഭു കി. മെഹനത്ത് പറഞ്ഞാൽ അധ്വാനം. അധ്വാനം അല്ലെങ്കിൽ വർക്ക്, അവരുടെ ജോലി, അത് തന്നെയാണ് പൂജ ഹേ പ്രഭു കി. പ്രഭു എന്ന് പറഞ്ഞാൽ ഇവിടെ ദൈവമാണ്. അപ്പം നമ്മൾ ദൈവത്തിനെ പൂജിക്കാൻ വേണ്ടി അമ്പലത്തിലൊക്കെ പോയി ആരതിയൊക്കെ ചെയ്യില്ലേ, അല്ലെങ്കിൽ നിങ്ങൾ പള്ളികളിലൊക്കെ പോയിട്ട് നമ്മൾ പ്രാർത്ഥന ചൊല്ലില്ലേ. അപ്പോൾ ഇവിടെ ഉറുമ്പ് പറയുന്നത് മെഹനത്ത്, അധ്വാനമാണ് ദൈവത്തിനുള്ള പൂജ. ഹംകോ യഹി സിഖാത്തി ചീട്ടി. നമ്മുടെ ഉറുമ്പുകൾ നമ്മളെ ഇതാണ് പഠിപ്പിക്കുന്നത്. എന്താണ് പഠിപ്പിക്കുന്നത്? അധ്വാനം. നമുക്ക് ഒരു ലക്ഷ്യമുണ്ടാവണം, ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ അധ്വാനിച്ചുകൊണ്ടേയിരിക്കണം. ഉറുമ്പുകൾ നമ്മളെ പഠിപ്പിക്കുന്നത് അതാണ്. അപ്പോൾ നിങ്ങൾ കുട്ടികളാണല്ലേ, അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ലക്ഷ്യം വേണം. ഒരിക്കലും ഒരു ലക്ഷ്യമില്ലാതെ നിങ്ങളിപ്പോൾ മുന്നോട്ട് പോകാൻ പാടില്ല. വലുതായിട്ട് ആരായി തീരണം, അല്ലെങ്കിൽ ഞാൻ എന്തിനാണ് പഠിക്കുന്നത്, എനിക്ക് എന്താണ് ആയിത്തീരേണ്ടതെന്നുള്ള ലക്ഷ്യം നിങ്ങൾ ഓരോരുത്തർക്കും വേണം കേട്ടോ. എന്നിട്ട് അതിനു വേണ്ടി നമ്മൾ പ്രയത്നിച്ചു കൊണ്ടേയിരിക്കണം. നമ്മൾ കഷ്ടപ്പെടാതെ, നമ്മൾ ശ്രമിക്കാതെ ഒരിക്കലും നമ്മൾ നല്ല നിലയിലെത്തില്ല. അപ്പം നിങ്ങൾ ഓരോരുത്തരും ശ്രമിച്ച് നല്ല നിലയിലെത്തണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ ഇവിടെ വരെയുള്ളൂ. നമുക്കിതിൻ്റെ എക്സസൈസ് ഒന്ന് വേഗം നോക്കാം. ബാത്ചീത് കേലിയേ. അതെ, ഇത് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് സംസാരിച്ചിട്ട് ഉത്തരം കൊടുക്കേണ്ട ക്വസ്റ്റ്യനാണ്. ചിലപ്പോൾ നിങ്ങളുടെ ടീച്ചേഴ്സ് ഇത് നോട്ട്ബുക്കിൽ എഴുതി തരും. നിങ്ങൾ എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ അതേ കാര്യം തന്നെ എഴുതണം. നമുക്കിതിൻ്റെ അർത്ഥം നോക്കാം. ഒരു എക്സാമ്പിൾ ആയിട്ടുള്ള ഒരു ആൻസറും നമുക്കിവിടെ നോക്കാം കേട്ടോ. ओके, आपने अपने आसपास घर और विद्यालय में, നിങ്ങളുടെ പരിസരത്തടുത്തും വീട്ടിലും വിദ്യാലയ സ്കൂളിലും കോൺ സേ ജീവ് ജന്തു, ഏതൊക്കെ ജീവികളെ കണ്ടിട്ടുണ്ട്? അപ്പം നിങ്ങൾ പല ജീവികളെയും കണ്ടിട്ടുണ്ടല്ലേ. അപ്പം നിങ്ങൾ കണ്ട ജീവികളെ പറ്റി നിങ്ങൾ എഴുതുക. നമുക്കൊരു എക്സാമ്പിൾ ആൻസർ നോക്കാം. मैंने अपने आसपास घर और विद्यालय में ചൂഹ എന്ന് പറഞ്ഞാൽ എന്താ? എലികൾ. മക്കിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈച്ചകൾ. മക്കടി സ്പൈഡർ. ചിപ്കലി എന്ന് പറഞ്ഞാൽ പല്ലികൾ. മധുമക്കി എന്ന് പറഞ്ഞാൽ ഹണിബക്കിയാം ദേക്കേ ഹേ. ഓക്കെ, आपने सबसे छोटा कौन सा कीड़ देखा और कहाँ देखा? നിങ്ങൾ സബ്സെ ചോട്ട, നിങ്ങൾ ഇതുവരെ കണ്ടിരിക്കുന്നതിലും വെച്ച് ഏറ്റവും ചെറിയ കീട് എന്ന് പറഞ്ഞാൽ ജീവി ഏതാണ്? ഓർ കഹാൻ ദേഖ, എവിടെയാണ് കണ്ടിരിക്കുന്നത്? മേനെ സബ്സെ ചോട്ട കീട് ചീട്ടി ദേഖ ഹേ. ഞാൻ ഏറ്റവും ചെറിയ ജീവിയായിട്ട് ഇതുവരെ കണ്ടത് ഉറുമ്പിനെയാണ്. ഓർ വോ അപ്നെ ഘർ മേ ദേഖ ഹേ, എൻ്റെ വീട്ടിലാണ് കണ്ടത്. आपने चींटी के अतिरिक्त और कौन से श्रम करने वाला जीव देखे हैं? നമ്മൾ പറഞ്ഞു ചീട്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാർഡ് വർക്കിംഗ്, ഉറുമ്പ് ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ജീവിയാണ്. അപ്പോൾ ആപ്പിനെ ചീട്ടിക്ക് അതിരിക്ത്, അതല്ലാതെ കോൺ സേ ശ്രമ കർണേ വാലെ ജീവി ദേക്കേ ഹേ, നിങ്ങൾ അതുപോലെ ശ്രമിക്കുന്ന, അതുപോലെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള വേറെ ഏതെങ്കിലും ജീവികളെ കണ്ടിട്ടുണ്ടോ? चींटी के अतिरिक्त मैंने मधुमक्खी, गिलहरी और चिड़िया जैसे श्रम करने वाले जीव देखे हैं. നിങ്ങൾ എന്തൊക്കെ ജീവികളെയാണ് കണ്ടത്? ഞാൻ കണ്ടത് മധുമക്കി, ഹണീബി, ഗിൽഹരി എന്ന് പറഞ്ഞാൽ അണ്ണാൻ, और चिड़िया जैसे श्रम करने वाला जीव. അടുത്തത് നന്നി ചീട്ടി കെ ബാരെ മേ അപ്നാ കോയി അനുഭവ് ബതായേ. അപ്പോൾ നിങ്ങൾ ഈ ചെറിയ ഉറുമ്പിനെ നിങ്ങൾ എവിടെയാണ് കണ്ടത്? നിങ്ങൾ അതിനെ നിങ്ങൾക്ക് നേരിട്ട ഒരു അനുഭവം എഴുതാൻ. एक बार मैंने देखा कि
छोटी चींटियाँ एक साथ मिलकर शक्कर के दाने शक्कर എന്ന് പറഞ്ഞാൽ പഞ്ചസാര ഒരു പഞ്ചസാര മണി अपने घर ले जा रही थी നിങ്ങൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വല്ല ഉറുമ്പ് കടിയേറ്റിട്ടുണ്ടോ അപ്പം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എഴുതാം कविता से आगे नीचे कुछ वस्तुओं के चित्र बने हैं बताइए चींटियाँ किसे गाना चाहेंगे और उस पर സ്മൈലി ക ചിഹ്ന ബനായേ ഇവിടെ തന്നിരിക്കുന്ന ചിത്രങ്ങളിൽ ഏതൊക്കെയാണ് ഉറുമ്പുകൾക്ക് ഇഷ്ടമാകുക നോക്കാം ഫസ്റ്റ് വൺ ലഡ്ഡു നല്ല മധുരമുള്ള ലഡ്ഡു ഇഷ്ടമാവോ ഇഷ്ടമാകും അപ്പോൾ അവിടെ ഒരു കുഞ്ഞ് കരേല എന്ന് പറഞ്ഞാൽ എന്താ ബിറ്റർ ഗാർഡ് ഉറുമ്പിന് ഇഷ്ടമാണോ നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇല്ല അല്ലേ അപ്പോൾ ഉറുമ്പിനും ഇഷ്ടമല്ല ഗേഹു കേദാനെ ഗേഹു എന്ന് പറഞ്ഞാൽ ഗോതമ്പ് മണികൾ ഇഷ്ടമാണോ അതെ അപ്പോൾ ഉറുമ്പിന് ഗോതമ്പ് മണികൾ ഇഷ്ടമാണ് നല്ലൊരു സ്മൈലി വരയ്ക്കും അടുത്തത് ചീനി എന്ന് പറഞ്ഞാൽ പഞ്ചസാര ഇഷ്ടമാണല്ലേ ഉറുമ്പിന് അപ്പോൾ അവിടെ ഒരു സ്മൈലി അടുത്തത് ഷഹദ് എന്ന് പറഞ്ഞാൽ ഹണി ഉറപ്പായിട്ടും ഇഷ്ടമാണ് സൂഖി പത്തിയാം ഉണങ്ങിയ ഇലകൾ ഇഷ്ടമാണോ അല്ല അല്ലേ ഓക്കെ അപ്പോൾ ഉണങ്ങിയ ഇലകൾ ഇഷ്ടമല്ല നിമ്നലിഖിത പങ്ക്തിയോं को पूरा कीजिए അപ്പോൾ ഇവിടെ ചാപ്റ്ററിലുള്ള കുറച്ച് വരികളുടെ ചെറിയ പോർഷൻസ് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളത് ഫിൽ ചെയ്യണം घर को खूब सजाती चींटी पर्वत पर चढ़ जाती चींटी दाना चुनकर लाती चींटी श्रम का राग सुनाती चींटी ഇത് ടെക്സ്റ്റ് ബുക്കിൽ ഇത് കവിതയിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങളത് നോക്കി ഈ പങ്ക്തി ഈ ഒരു പോർഷൻ ഫിൽ ചെയ്യുക കേട്ടോ कविता के अनुसार चींटी हमको क्या क्या करने सिखाती है लिखकर बताइए അപ്പോൾ ഈ കവിതയ്ക്ക് അനുസരിച്ച് ഉറുമ്പ് നമ്മളെ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത് ഒരു എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട് കബീന ഘബ്രാന ഒരിക്കലും പേടിക്കരുത് നിങ്ങൾക്ക് നല്ലൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ ഒരിക്കലും പേടിക്കരുത് അതുപോലെ നമുക്കൊരു 2-3 വേർഡ്സും കൂടി എഴുതണം അപ്പം നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഈ കവിത വായിച്ചിട്ട് 3 ചെറിയ കാര്യങ്ങൾ നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളെ ഉറുമ്പ് പഠിപ്പിച്ചിരിക്കുന്നതെന്ന് എഴുതാം നമുക്ക് നോക്കാം മെഹനത് കർണ എന്ന് പറഞ്ഞാൽ നമ്മൾ നന്നായി പരിശ്രമിക്കണം ഖബി ഥക്ന നഹി ഒരിക്കലും ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും ക്ഷീണിക്കാൻ പാടില്ല നിങ്ങൾ ഒരിക്കലും തളർന്നു പോകാൻ പാടില്ല എപ്പോഴും മുന്നോട്ട് തന്നെ പോകണം ബഡേ ഇരാദെ രഖ്ന വലിയ ലക്ഷ്യങ്ങൾ വെക്കണം ഭാഷ കി ബാത് കവിത മേ ചീട്ടി കോ ക്യാ ക്യാ കഹാ ഗയാ ഹേ അപ്പോൾ ഈ ചീട്ടി എന്നുള്ള കവിതയിൽ ചീട്ടീനെ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഒന്ന് കലാകാരാണല്ലേ പിന്നെ എന്തൊക്കെയാണ് നോക്കാം ഗായക് മെഹനത്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ആൾ പിന്നെയോ പർവ്വതാരോഹി അത് മൗണ്ടൻ ക്ലൈംബ് ചെയ്യില്ലേ അപ്പോൾ പർവ്വതാരോഹി അങ്ങനെ കുറച്ച് വിശേഷണങ്ങൾ നമ്മുടെ ചീട്ടിക്ക് കൊടുത്തിട്ടുണ്ട് कितनी बार आई चींटी कविता में चींटी शब्द कितनी बार आया है इन्हें गिनिए और उतनी चींटियाँ बनाकर पंक्ति को पूरा कीजिए അതെ അപ്പോൾ ഇവിടെ 2 ഉറുമ്പുകളുടെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താ നിങ്ങൾ ചീട്ടി കവിതയിൽ പോയിട്ട് എത്ര പ്രാവശ്യം ചീട്ടി എന്ന് വന്നിട്ടുണ്ടെന്ന് നോക്കി അത്രയും ചീട്ടീനെ ഇവിടെ വരയ്ക്കാം എത്ര എണ്ണം വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം ഹർപ്പൽ ചലത്തി ഓക്കെ ചീട്ടി 1 ചീട്ടി 2 3 4 5 6 7 8 അപ്പോൾ 8 പ്രാവശ്യം ചീട്ടി എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ
ഈ പോർഷനിൽ നിങ്ങൾ 2 ചീട്ടി ഓൾറെഡി ഉണ്ട്. നിങ്ങൾ എത്ര എണ്ണം കൂടി കൊടുക്കണം? അതെ, 6 ആൻസിനെ കൂടെ ഇവിടെ വരയ്ക്കണം. അപ്പോൾ ടോട്ടൽ 8 ആൻസ് വരും അല്ലേ. നെക്സ്റ്റ് വൺ, आइए चीटी कविता को आगे बढ़ाते, चीनी का दाना दिख जाए उसके लेने जाती चीटी. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഒരു ഇതിലെന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി നമ്മുടെ കവിത ചീട്ടി എന്ന് പറഞ്ഞ കവിത നമ്മൾ വായിച്ചു കഴിഞ്ഞു. ഇനി അത് കുറച്ചുകൂടി വരികൾ ചേർക്കുകയാണ്. അപ്പോൾ ഇവിടെ ചീനിക്ക ദാന ദിഗ്ജായെ, അതായത് ഒരു പഞ്ചസാരയുടെ തരി കണ്ടു കഴിഞ്ഞാൽ ഉസ്കോ ലേനെ ജാത്തി ചീട്ടി, അതിനെ എടുക്കാൻ വേണ്ടി പോവും ചീട്ടി. ഓക്കെ, ഇനി അടുത്ത വരികൾ ഇതേപോലെ തന്നെ വേറെ എന്തിനെങ്കിലുമൊക്കെ നമ്മൾ കാണുക. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഉറുമ്പിന് എന്തൊക്കെയാണ് ഇഷ്ടം? ഗേഹു കദാനെ, പിന്നെ ഷെഹദ്, അങ്ങനെ പലതും ഇഷ്ടമാണ് അല്ലേ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഗേഹു കദാന ദിഗ്ജായെ ഉസ്കോ ലേനെ ജാത്തി ചീട്ടി, അല്ലെങ്കിൽ വേറെ എന്ത് വരികളും നിങ്ങൾക്ക് ഉറുമ്പിനെ പറ്റി നിങ്ങൾക്ക് തോന്നുന്ന വരികൾ ഒരു കവിതയായിട്ട് ഇവിടെ എഴുതിയിട്ട് ഫില്ല് ചെയ്യാം. നെക്സ്റ്റ്, ശബ്ദോं की तुकबंदी, ദാന ഗാന, ദാന ഗാന. അപ്പോൾ തുക്ക് ബന്ദി എന്ന് പറഞ്ഞാൽ എന്താ? തുക്ക് വാലി ശബ്ദം എന്ന് പറഞ്ഞാൽ റൈമിങ് വേർഡ്സ് ആണ്. അപ്പോൾ ഇവിടെ ദാനയ്ക്ക് അവർ ഗാന എന്നൊരു തുക്ക് വാലി ശബ്ദം കൊടുത്തിട്ടുണ്ട്. ഇനി ധൂപ്പ് എന്ന് പറഞ്ഞാൽ വെയിൽ, കട്ടി, രാഗ്. അപ്പോൾ ഇതിനൊക്കെ തുക്ക് വാലി ശബ്ദം നിങ്ങൾ കൊടുക്കണം. ധൂപ്, രൂപ്, കടി, പടി, രാഗ്, ബാഗ്. ഇതൊക്കെ എക്സാമ്പിൾസ് ആണ്. आपके घर के कई कोनों में चींटी आती जाती है. एक दिन वह आपको रोककर, आपके घर के कई कोने में चींटी आती जाती है. एक दिन वह आपको रोककर आपसे कुछ कहती है. आपके और उसके बातचीत क्या बातें हुई होगी, लिखिए. അതായത് നിങ്ങളുടെ വീട്ടിൽ പല സ്ഥലത്തും നിങ്ങൾ ഉറുമ്പുകളെ കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പം നിങ്ങൾ വിചാരിക്കുക, നിങ്ങൾ ഒരു ദിവസം ആ ഉറുമ്പ് നിങ്ങളെ സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങളോട് എന്തെങ്കിലും സംസാരിക്കുകയാണെന്ന് വിചാരിക്കുക. എന്തൊക്കെയായിരിക്കും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവുക? ആ സെൻറ്റൻസസ് നിങ്ങൾ എഴുതണം. ഫസ്റ്റ്, ആപ്, നിങ്ങൾ. നമസ്തേ ചീട്ടി, ആജ് ആപ് അക്കേലെ ആയേ. അപ്പോൾ ആദ്യം ചോദിക്കുക നമസ്തേ ചീട്ടി. അപ്പം നിങ്ങൾ ചോദിക്കുക ആ ഉറുമ്പിനോട്, ആജ് ആപ് അക്കേലെ ആയേ, ഇന്ന് നിങ്ങൾ ഒറ്റയ്ക്കാണോ വന്നത്? അപ്പോൾ ചീട്ടി എന്താണ് തിരിച്ചു പറയുക? നിങ്ങൾ എന്താ തിരിച്ചു പറയുക? അപ്പം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ മനസ്സിൽ നിന്നെടുത്ത് ഇവിടെ എഴുതണം. നമുക്ക് വെറുതെ ഒരു 2-3 സെൻറ്റൻസസ് നോക്കാം. नमस्कार, मैंने सुना है यहाँ पर खाना बहुत अच्छा मिलता है, इसलिए आई हूँ. എന്താ ഓർമ്മ പറഞ്ഞത്? ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടുത്തെ ഭക്ഷണം നല്ല ഭക്ഷണമാണെന്ന്, അതുകൊണ്ട് വന്നതാണ്. हाँ, यहाँ का खाना बहुत अच्छा होता है, क्या आपको यहाँ पसंद आया? അതെ, ഇവിടുത്തെ ഭക്ഷണം നല്ല ഭക്ഷണമാണ്. എന്താ നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടമായോ? നിങ്ങൾ ചോദിക്കുക ഉറുമ്പിനോട്. അപ്പോൾ ഉറുമ്പ് എന്ത് പറയും? ഹാ ബോത്ത്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ക്യാ ആപ്കെ ഘർ മേ ബഹുത് സാരെ ഖാനെ ഹേ, ഖാനെ കെ ഇരാദെ ഹോത്തെ ഹേ, നിങ്ങളുടെ വീട്ടിൽ കുറേ കാര്യങ്ങൾ ഉണ്ടാവുമോ? അപ്പോൾ എന്തായിരിക്കും നിങ്ങൾ പറയുക? ഇവിടെ കുറേ ഭക്ഷണമുണ്ട്, നിങ്ങൾ വേണമെങ്കിൽ എപ്പം വേണമെങ്കിലും വരാം. അപ്പം അങ്ങനെ കുറച്ച് സെൻറ്റൻസസ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെൻറ്റൻസസ് അവിടെ എഴുതുക. ഓക്കെ, ഒരു ചെറിയ സ്റ്റോറിയാണ്, നമുക്കൊന്ന് വായിച്ചിട്ട് വേഗം അർത്ഥം നോക്കാം കേട്ടോ. ചീട്ടി ഓർ ഹാത്തിക്ക് ചുപ്പൻ ചുപ്പായി. ചുപ്പൻ ചുപ്പായി എന്ന് പറഞ്ഞാൽ എന്താ? ഹൈഡ് ആൻഡ് സീക്ക്. നിങ്ങൾ കളിക്കാറുണ്ടോ? അപ്പോൾ എന്താണ് ഇവരുടെ കളി എന്ന് നോക്കാം. ചീട്ടി ഓർ ഹാത്തി ചുപ്പൻ ചുപ്പായി ഗേൽ രഹേ ഥേ. അപ്പോൾ ആരൊക്കെയാണ് ഒളിച്ച് കളിക്കുന്നത്? ആരൊക്കെയാണ് ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുന്നത്? ഹാത്തി ഓർ ചീണ്ടി. ചീട്ടി എന്ന് പറഞ്ഞാൽ ചീട്ടി ഉറുമ്പ്, ഹാത്തി എന്ന് പറഞ്ഞാൽ ആന. चींटी को एकदम पता चल जाता है कि हाथी कहाँ छुपा है. അപ്പോൾ ഒളിച്ച് എണ്ണൊക്കെ കഴിഞ്ഞ് കണ്ണ് തുറന്നപ്പം തന്നെ പെട്ടെന്ന് മനസ്സിലായി ഹാത്തി എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന്. അതെങ്ങനെ? ഹാത്തി കാ ശരീർ ബഹുത് ബഡാ ഹേ, ഹാത്തി കാ ശരീർ ബഡാ ഹേ നാ.
അപ്പോൾ ഹാത്തി ആനയുടെ ശരീരം ഭയങ്കര വലുതല്ലേ, അപ്പോൾ ആന എവിടെ ഒളിച്ചാലും ഉറുമ്പിന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയും. जब चींटी एक मंदिर के भीतर छिपती है तो हाथी भी उसे एकदम ढूंढ लेता है. അപ്പോൾ ഒരു പ്രാവശ്യം ഉറുമ്പ് എവിടെയാണ് ഒളിച്ചത്? മന്ദിർ എന്ന് പറഞ്ഞാൽ അമ്പലത്തിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുകയാണ്. ആ സമയത്ത് ഹാത്തി ആനയും ഉറുമ്പിനെ एकदम ढूंढ लेता है, പെട്ടെന്ന് കണ്ടുപിടിക്കും. എങ്ങനെ? बताइए हाथी को कैसे पता चला कि चींटी मंदिर में छिपी है? എങ്ങനെയായിരിക്കും മനസ്സിലായിട്ടുണ്ടാവുക ഉറുമ്പ് അമ്പലത്തിനുള്ളിലാണ് ഒളിച്ചതെന്ന്? എങ്ങനെയായിരിക്കും? ഇവിടെ തന്നിട്ടില്ല അല്ലേ? ഈസിയാണ്. എന്താ ഇത്? ഉറുമ്പിൻ്റെ ചെരുപ്പാണ്. ഉറുമ്പ് പുറത്ത് ചെരുപ്പ് അഴിച്ചിട്ടല്ലേ അമ്പലത്തിലേക്ക് പോവുക. അപ്പോൾ ആനയ്ക്ക് പെട്ടെന്ന് മനസ്സിലായി ഉറുമ്പ് അമ്പലത്തിൻ്റെ ഉള്ളിലാണെന്ന്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ ഇവിടെ കഴിയാണ്. നിങ്ങളെല്ലാവരും വായിച്ചു നോക്കണം. ഇതിൻ്റെ എക്സസൈസൊക്കെ ഒന്ന് ശരിക്കും ചെയ്യണം. നമ്മളിവിടെ എക്സാമ്പിൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. നിങ്ങളുടെ ക്ലാസ്സിൽ ടീച്ചർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നന്നായിട്ട് അതുപോലെ തന്നെ ചെയ്യണം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ചാപ്റ്ററുമായിട്ട് ഞാൻ പെട്ടെന്ന് വരാം. ബായ്.